വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രീന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷന്റെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. എസിന്റെയും പിന്റെയും ക്യാരക്ടറിസ്റ്റിക്സും ഓക്സിഡേഷൻ നമ്പർ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്. അപ്പൊ 1 മാർക്ക് അല്ലെങ്കിൽ 1 വേർഡ് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്തെന്ന്, ഏത് ബ്ലോക്ക് എലമെന്റിനെയാണ് ട്രാൻസിഷൻ എലമെന്റ് എന്ന് അറിയപ്പെടുന്നത്? വിച്ച് ബ്ലോക്ക് എലമെന്റ്സ് ആർ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്? ഏത് ബ്ലോക്ക് എലമെന്റിനെയാ? യെസ്, ഡി ബ്ലോക്ക് എലമെന്റിനെയാണ്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, ട്രാൻസിഷൻ എലമെന്റ് അല്ലെ, ട്രാൻസിഷൻ എലമെന്റ്. By using periodic table, analyze the peculiarities of D block elements in the box എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ D block elementsന്റെ peculiarities എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പീരിയോഡിക് ടേബിൾ നോക്കാം. എവിടെയാണ് നമ്മളുടെ ഡി ബ്ലോക്ക് ഉള്ളത് നോക്കാം അല്ലെ. ഇതാണ് നമ്മളുടെ എസ് അല്ലെ, ഇതേതാണ്? ഇത് പി ആണ്. ഇതാണ് നമ്മളുടെ ഡി ബ്ലോക്ക് അല്ലെ. ഇതാണ് നമ്മളുടെ ഡി ബ്ലോക്ക്. അപ്പൊ ഡി ബ്ലോക്ക് ഏത് പീരീഡ് മുതൽ ഏത് പീരീഡ് വരെയാ നിങ്ങൾ നോക്ക്. ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്തെന്ന്, 4ാമത്തെ പീരീഡ് അല്ലെ. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ് 4 മുതൽ എത്ര വരെയാണ്? ഇത് 5, ഇത് 6, ഇത് 7 അല്ലെ. 4 മുതൽ 7 പീരീഡ് വരെ അല്ലെ. ഫോർത്ത് മുതൽ 7th പീരീഡ് വരെയാണ് ആരുള്ളത്? നമ്മളുടെ ഡി ബ്ലോക്ക് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് വൈസ് പറയുകയാണെങ്കിലോ, 3ാമത്തെ ഗ്രൂപ്പ് തൊട്ട് 12ാമത്തെ ഗ്രൂപ്പ് വരെ അല്ലെ, 3rd to 12th അല്ലെ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലും പിന്നെന്താണ് 4 മുതൽ 7 വരെയുള്ള പീരീഡിലാണ് നമ്മളുടെ ഡി ബ്ലോക്ക് ഉള്ളത്. ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ നമ്മള് ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അല്ലെ. ഡി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്ക് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മളുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എസിലാണെങ്കിൽ അത് എസ് ബ്ലോക്ക്, ലാസ്റ്റ് ഇലക്ട്രോൺ പിയിലാണെങ്കിൽ അത് പി ബ്ലോക്ക്. അങ്ങനെയാണെങ്കിൽ ഡി ബ്ലോക്ക് എന്തായിരിക്കും? നമ്മളുടെ ലാസ്റ്റ് ഇലക്ട്രോൺ അല്ലെ, അത് ഏത് ബ്ലോക്കിലായിരിക്കും ഉണ്ടാവുക? ഡി ബ്ലോക്കിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ നോക്കിക്കോ, ദേ ആർ പ്ലേസ്ഡ് ഇൻ ഗ്രൂപ്പ്സ് 3 to 12 അല്ലെ. ഗ്രൂപ്പ് ഏതിലൊക്കെയാണ്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലാണ് ഇവരെ പ്ലേസ് ചെയ്തത്. പീരീഡ് ആണെങ്കിലോ 4 മുതൽ 7ാമത്തെ പീരീഡ് വരെയാണ് ആരുള്ളത്? നമ്മളുടെ ഡി ബ്ലോക്ക് ഉള്ളത്. ദ ഇലക്ട്രോൺസ് ആർ ബീങ് ഗ്രാജുവലി ഫിൽഡ് അപ്പ് ഇൻ ദി പെനൾട്ടിമേറ്റ് ഷെൽ. പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് ഉദ്ദേശിച്ചത് എന്താ? ഡി ബ്ലോക്ക് പഠിക്കുമ്പോൾ അല്ലെ, ഡി ബ്ലോക്ക് പഠിക്കുമ്പോൾ ഏതാ ഒരു എക്സാമ്പിൾ? സ്കാൻഡിയം നോക്കാം. സ്കാൻഡിയം അല്ലെ, സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 21 ആണ് അല്ലെ. അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 എന്നിട്ട് ആരെയാ നിറക്കുക? 4s2 നിറച്ചതിന് ശേഷമാണ് 3d വന്നത് അല്ലെ. ശരിക്കും 3p കഴിഞ്ഞ 3d ആണ് വരേണ്ടത്, പക്ഷെ ആരാ ഇവിടെ വന്നിട്ടുള്ളത്? 4s ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഇതിനെയാണ് എന്ത് പറയുന്നത്? പെൻ അൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത് അല്ലെ. 3d നിറക്കുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് ആരെയാ നിറച്ചിട്ടുള്ളത്? 4s നിറച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പെൻ അൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇലക്ട്രോൺസ് ആർ ബീങ് ഗ്രാജുവലി ഫിൽഡ് അപ്പ് ഇൻ ദി പെനൾട്ടിമേറ്റ് ഷെൽ അല്ലെ. 4s നിറച്ചതിന് ശേഷം 3d നിറച്ചു. ഓൾ ദി ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ മെറ്റൽ. എല്ലാ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്? മെറ്റലുകളാണ്. Let us examine some other characteristics of D block element. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നമുക്ക് നോക്കാം. You have learned that elements of the same group show similarities in properties. Yes, ഈ ഒരു ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനൊക്കെ എന്തായിരിക്കും? സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഓൾസോ ഷോസ് സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ദർ കറസ്പോണ്ടിങ് ഗ്രൂപ്പ്സ് അല്ലെ. ഓരോ ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെ, ആ ഒരു ഡി ബ്ലോക്ക് ആണെങ്കിൽ ഡി ബ്ലോക്ക്, എസ് ആണ് എസ്, പി ആണ് പി അല്ലെ, അതിന്റെ എന്താണ് പ്രോപ്പർട്ടീസ് ഒക്കെ സിമിലർ ആയിട്ട് കാണിക്കും. Have a look at the table 3.13 in which
subshell electron configuration of d block elements of fourth period is given. നാലാമത്തെ പീരീഡിലുള്ള എലമെന്റ്സിനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇതൊക്കെ ഏത് ഗ്രൂപ്പിലുള്ള ഏത് പീരീഡിലുള്ള? ഫോർത്ത് പീരീഡിലുള്ള. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നും കൂടി പീരിയോഡിക് ടേബിൾ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഒന്ന് പെട്ടെന്ന് തന്നെ സ്പീഡായിട്ട് കാണിച്ചു തരാം. യെസ്, നമ്മളുടെ ഡി ബ്ലോക്ക് തുടങ്ങുന്നത് നാലാമത്തെ പീരീഡ് ആണ് അല്ലെ. ഇവിടുന്ന് മുതൽ ഇവിടം വരെയാണ് ഡി ബ്ലോക്ക് ഉള്ളത്. ഇതാണ് നാലാമത്തെ. ഇതന്നെയല്ലേ ഞാൻ അവിടെ വായിച്ചത്? സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാഗ്നീസ്, ഇതന്നെയാണ് വായിച്ചത് അല്ലെ. അപ്പൊ ഇത് ഫോർത്ത് പീരീഡ് ആണ്. അങ്ങനെയാണ് ഇത് ഏതായിരിക്കും? ഇത് ഫിഫ്ത്ത് ആയിരിക്കും. ഇത് ഏതായിരിക്കും? ഇത് സിക്സ്ത് ആയിരിക്കും. ഇത് സെവൻത് ആയിരിക്കും. ഇത്രയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ഗിവൺ എക്സാമ്പിൾ ഏതാ? നമ്മളുടെ ഫോർത്ത് പീരീഡിലുള്ള മെമ്പേഴ്സിനാണ് അവിടെ ലൈൻ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഫോർത്ത് പീരീഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഏത് ഗ്രൂപ്പാ? സ്കാൻഡിയം മൂന്നാമത്തെ ഗ്രൂപ്പ്, ടൈറ്റാനിയം 4 അല്ലെ. 3 മുതൽ 12 വരെ ഉണ്ട്. അതിൽ നാലാമത്തെ പീരീഡിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ. So what is the outermost subshell electron configuration of this element excluding chromium and copper? And the excluding chromium and copper എന്ന് പറയാൻ കാരണം ക്രോമിയവും കോപ്പറിന്റെയും കേസ് ഞാൻ പറഞ്ഞാന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങള്? യെസ്, എന്തായിരുന്നു? ഇതിപ്പോ 3d4 എന്നായിരിക്കും ആരുടെ വന്നിട്ടുള്ളത്? നമ്മളുടെ ക്രോമിയത്തിന്റെ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ആരുണ്ടാവും? 4s2 ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് വാങ്ങും അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? കുറച്ച് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അല്ലെ. 3d5 അല്ലെ. d5ഉം d10ഉം ആണ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും ആണ് സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആകെ വ്യത്യാസം വരുന്നത് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസിലാണ്. അപ്പൊ ക്രോമിയം അല്ലെ, ക്രോമിയം ദാ ഇവിടെ ഉണ്ട് അല്ലെ. ഇവിടെയാണ് ക്രോമിയം ഉള്ളത്. കോപ്പർ എവിടെയുള്ളത്? ദാ ഇവിടെയാണ് കോപ്പർ ഉള്ളത്. അപ്പൊ ഈ രണ്ടാൾക്കാർ ഒഴിച്ച് ബാക്കി ആൾക്കാരുടെ ഒക്കെ ഔട്ടർ മോസ്റ്റ് സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആൾക്കാരുണ്ട്. അതായത് സ്കാൻഡിയത്തിന്റെ ഏതാണെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6, നെക്സ്റ്റ് 3p കഴിഞ്ഞാൽ ആരാ വേണ്ട? 4s അല്ലെ. അപ്പൊ 4s2, 3d1 അല്ലെ. അപ്പൊ ഈ സ്കാൻഡിയത്തിന്റെ ലാസ്റ്റ് നോക്കുങ്ങള്, ലാസ്റ്റ് ആരാ വന്നിട്ടുള്ളത്? 4s2ഉം 3d1ഉം അല്ലെ. 4s2ഉം 3d1 അല്ലെ. 3 കുറച്ച് ഭംഗിയാക്കണമെങ്കിൽ നമ്മൾ 3 ഇപ്പുറം എഴുതും, 4s2നെ അപ്പുറം എഴുതും. അങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ 3d1, 4s2 അല്ലെ. ടൈറ്റാനിയത്തിലേക്ക് വരികയാണെങ്കിലോ 3d2, 4s2. വെനേഡിയം ആണ് 3d3, 4s2. ക്രോമിയം കോപ്പർ നോക്കേണ്ട ആവശ്യമില്ല. ക്രോമിയത്തിൽ എന്താ വന്നത്? 3d5, 4s1 ആണ്. മാംഗനീസും അയേണും കൊബാൾട്ടും നിക്കലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് നിങ്ങൾ നോക്കുക ആരാ ഉള്ളത്? 4s2 എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. ക്രോമിയം ഇല്ല, ഏതാണ്? മാംഗനീസും. ബാക്കി എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എവിടെയാണുള്ളത്? 4s2-യിലാണുള്ളത് അല്ലെ. 4s2-യിലാണുള്ളത്. ഏത് പീരീഡ് ആയിരുന്നു ഇത്? നാലാമത്തെ പീരീഡ് ആയിരുന്നു. നാലാമത്തെ പീരീഡിലുള്ള ട്രാൻസിഷൻ എലമെന്റ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? 4s2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. 4s2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ക്രോമിയത്തിനെയും കോപ്പറിനെയും എടുക്കുകയാണെങ്കിലോ ക്രോമിയത്തിന്റെ എങ്ങനെയാ വന്നിട്ടുള്ളത്? 4s1. കോപ്പറിന്റെയും 4s1 തന്നെയാണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ പറയാം? ഈ n എന്നുള്ള അല്ലെ, ഈ 4 എന്നുള്ളത് നമുക്ക് ജസ്റ്റ് n എന്ന് എടുക്കാം അല്ലെ. നമ്പർ എന്നുള്ള രീതിയിൽ n എന്ന് എടുക്കാം. എന്നിട്ട് എന്താ? ns അല്ലെ. ഒന്നും വരാം, രണ്ടും വരാം, ഒന്നും വരാം, രണ്ടും വരാം. ns 1 to 2, ഒന്നും വരാം, 2ഉം വരാം അല്ലെ. അപ്പൊ ns 1 to 2. അപ്പൊ ഇതാണ് എന്തത്? നമ്മളുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ആരുടേത്? ഫോർത്ത് പീരീഡിന്റെ. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്ക്, സിമിലർലി the outermost subshell electron configuration of the elements of fifth period will be generally 5s2 അല്ലെ. ഇത് ഏത് പീരീഡാ? ഇത് ഫോർത്ത് പീരീഡാ. ഫോർത്ത് പീരീഡിന്റെ 4s2, 4s2, 4s2. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് പീരീഡിന്റെ എത്ര ആയിരിക്കും? 5s2 ആയിരിക്കും. ഫിഫ്ത്ത് പീരീഡിന്റെ എത്ര ആയിരിക്കും? 5s2 ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. The electron configuration of the outermost subshell of d block element അല്ലെ.
ഡി ബ്ലോക്ക് എലമെന്റ് എന്താ പറയാ? ട്രാൻസിഷൻ എലമെന്റ്സ് അലോങ് എ പീരീഡ് ഇസ് ജനറലി ദ സെയിം NS1 to 2. ഞാൻ എഴുതി കാണിച്ചാന്നല്ലോ അല്ലെ. Therefore, they show similarities in properties not only within the groups but also along the period. അല്ലെ, ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരും സെയിം പ്രോപ്പർട്ടീസ് കാണിക്കൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടേക്ക് NS1 to 2 എന്നുള്ള ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ഡി ബ്ലോക്ക് എലമെന്റ് വിത്തിൻ ദ ഗ്രൂപ്പ് മാത്രമല്ല എന്തും ചെയ്യുന്നുണ്ട്, പീരീഡിലും അല്ലെ, അലോങ് ദ പീരീഡിലും ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ്. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ദ സിമിലാരിറ്റി അലോങ് എ പീരീഡ് ഇൻ ഷെൽ വൈസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് ഷെൽ വൈസ് ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ ഈ ഒരു സിമിലാരിറ്റീസ് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനാവും ജനറൽ ജനറൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എസ് ബ്ലോക്കിലാണെങ്കിൽ NS1 to 2. അതെന്താ NS1 to 2 വന്നിട്ടുള്ളത്? ഒന്നുമില്ല. എസ് ബ്ലോക്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരെ പറയാം, സോഡിയം അല്ലെ. സോഡിയം 11 ആണ്. അപ്പൊ എങ്ങനെ ഇതാ 1s2 2s2 2p6 3s 10 11 അല്ലെ, 3s1 വരും അല്ലെ. ഇനി അടുത്ത മെഗ്നീഷ്യത്തിനാണെങ്കിൽ 2p6 3s2 വരും അല്ലെ. 1s2 2s2 2p6 3s2 വരും. അങ്ങനെ ഏതൊന്നിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 അല്ലെ 2 വരാം അല്ലെ. അതുകൊണ്ടാണ് ഈ 3 എന്നൊക്കെ ഉള്ളതിനെ നമ്മൾ N എന്ന് കൊടുത്ത് NS 1 മുതൽ 2 വരെ. അതേപോലെ പി ബ്ലോക്ക് നോക്കുകയാണെങ്കിലോ, പി ബ്ലോക്ക് ഓക്സിജന്റെ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ 8ാമത്തെ ആണ് അല്ലെ. 1s2 2s2 2p4 വരും അല്ലെ. അപ്പൊ 2 2 4 8 അല്ലെ. അപ്പൊ ഇവിടെ എസിന്റെയും വരുന്നുണ്ട് പിന്റെയും വരുന്നുണ്ട് അല്ലെ. എസിന്റെയും വരുന്നുണ്ട് പിന്റെയും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പി എത്ര വരെ വരാം, 1 to 6 വരെ വരാം. എസ് 2 ആണ് വരാം. അപ്പൊ NS2 NP 1 to 6. അപ്പൊ ഡി ബ്ലോക്കിന്റെ ലാസ്റ്റ് ഇലക്ട്രോണിന്റെ ഏതാണ്, സബ്ഷെൽ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് NS1 to 2. ഇനി മുന്നേയും ആൾക്കാരുണ്ട് അല്ലെ, നമ്മളുടെ ഡി ഒക്കെ ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് N-1D 1 to 10 എന്നുള്ള. ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. എന്ത് NS1 to 2 ആണ് ട്രാൻസിഷൻ എലമെന്റിന്റേത്, പഠിച്ചു വെക്കാം. ഇനി അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്. എസിന്റെയും പിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഡി ബ്ലോക്കിന്റെ നോക്കാം. ഫെറസ് ക്ലോറൈഡ് ആൻഡ് ഫെറിക് ക്ലോറൈഡ് ആർ 2 ക്ലോറൈഡ്സ് ഓഫ് അയൺ അല്ലെ. അയേണിന്റെ 2 ക്ലോറൈഡുകളാണ് ആരൊക്കെ, FeCl2ഉം FeCl3ഉം. ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും രണ്ടും മാറിപ്പോവരുത്. ഫെറസ് ക്ലോറൈഡും ഫെറിക് എന്ന് പറയുമ്പോൾ FeCl3, ഫെറസ് എന്ന് പറയുമ്പോൾ FeCl2. അപ്പൊ ഇതിന്റെയാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl2 is, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl3 is dash. ഹിന്റ്, ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ is equal to -1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ FeCl2യിലുള്ള നോക്കിക്കോളെ, FeCl2യിലുള്ള അയേണിന്റെ അതായത് Feന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം, ക്ലോറിന്റെ ഇവിടെ എത്ര തന്നിട്ടുണ്ട്, -1 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് രണ്ടും അല്ലെ, ഈ 2 ആറ്റങ്ങളെയും കൂട്ടിക്കഴിഞ്ഞ് ഇവിടെ ഒരു ക്ലോറിൻ മോളിക്യൂൾ ആയിട്ടാണുള്ളത്. ഇവരുടെ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം അല്ലെ. അപ്പൊ അയേണിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതിന് X എന്ന് എടുത്ത് അല്ലെ. അപ്പൊ എക്സ് അല്ലെ, ഈ അയേണിന്റെതും ക്ലോറിന്റെയും കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം അല്ലെ. അയേണിന്റെയും ക്ലോറിന്റെ എത്രയാ, -1 ആണ്. അങ്ങനെ എത്ര ക്ലോറിൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോറിന്റെ -1 ആണെങ്കിൽ 2 ക്ലോറിന്റെ എത്രയായിരിക്കും, -2 ആയിരിക്കൂല അല്ലെ. അപ്പൊ എക്സ് -2, അതായത് അയേണിന്റെയും ക്ലോറിന്റെയും കൂട്ടിയപ്പോ എക്സിന്റെയും അല്ലെ അയേണിന്റെയും ക്ലോറിന്റെയും കൂട്ടിയപ്പോ 0 കിട്ടണം. അപ്പൊ എക്സ് പ്ലസ് -2 = 0. അങ്ങനെയെങ്കിൽ ഈ മൈനസ് അല്ലെ എക്സിന്റെ വില എങ്ങനെ കാണാം, യെസ് ഈ 2നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ എക്സ് = എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. ഈ എക്സ് ആരെയാ, നമ്മളുടെ അയേണിന്റെതാണ്. അങ്ങനെയാണെങ്കിൽ FeCl2ൽ അയേണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ, +2 ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ FeCl3ൽ അയേണിന്റെ എത്രയാ നോക്കാം. FeCl3 അല്ലെ, Fe എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് ക്ലോറിന്റെ എത്രയാണ്, -1 ആണ്. എത്ര ക്ലോറിൻ ഉണ്ട്, 3 ക്ലോറിൻ ഉണ്ട്. അപ്പോ ഒരു ക്ലോറിന്റെ -1 ആണെങ്കിൽ 3 ക്ലോറിന്റെ എത്രയായിരിക്കും, -3 അല്ലെ. ഇത് 2 കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം. അങ്ങനെയെങ്കിൽ എക്സിനെ കാണണമെങ്കിൽ ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പൊ X = എന്ത് വരും, 3 എന്ന് കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ FeCl3 എത്രയാണ്, +3
+3 ആണ്. ഓർത്ത് വെച്ചോളെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫെറസ് ക്ലോറൈഡ് എത്രയാ? F+2 ആണ്. ഫെറിക് ആണെങ്കിലോ +3 ആണ്. ഫെറസ് ആണെങ്കിൽ +2, ഫെറിക് ആണെങ്കിൽ +3. അപ്പൊ നിങ്ങൾ നോക്ക്, രണ്ടും അയേണിന്റെ തന്നെയാണ് അല്ലെ. ഈ ആദ്യത്തതിലും Fe ആണ്, രണ്ടാമത്തതിലും Fe ആണ്. പക്ഷെ രണ്ടിലും അയേണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വ്യത്യാസം. ഒന്നില് +2 ആണ്, ഒന്നില് +3 ആണ്. അതെന്തുകൊണ്ടാ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസിഷൻ എലമെന്റ്, അതായത് ഡി ബ്ലോക്ക് എലമെന്റിന് പ്രത്യേകതകളുണ്ട്. എന്താണ്? അതിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറും. ചിലപ്പോൾ +2 ആയിരിക്കും, ചിലപ്പോൾ +3 ആയിരിക്കും. അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തെയും മാറും, വേരിയബിൾ ആയിരിക്കും, മാറിക്കൊണ്ടേ നിൽക്കും. അതുകൊണ്ടാണ് എന്ത്? ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് Fe shows variable oxidation state. Fe എന്ത് ചെയ്യുന്നുണ്ട്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്തായിരിക്കും ഇതിന്റെ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് അയേൺ 26 അയേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 26ാമത്തെ ആളാണ്. 26ാമത്തെ ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 26 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. അപ്പൊ എന്താണ്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, ഇനി എത്രയും കൂടി വേണം? 3d6 വരണം. അപ്പൊ ഇത് കുറച്ച് ഭംഗിയായി എഴുതണമെങ്കിൽ നമ്മൾ ഈ 3d ഇങ്ങോട്ടേക്ക് എഴുതിയിട്ട് 4s ലാസ്റ്റ് എഴുതും അല്ലെ. ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുറച്ച് മൊഞ്ചാക്കി എഴുതുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹൗ ഡസ് ഇറ്റ് ചേഞ്ച് ഇൻ ടു Fe2+? Fe2+ ആയിട്ട് എങ്ങനെയാണ് ഇത് മാറുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, 2+ അല്ലെങ്കിൽ +2 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ, എന്താണ്? കൊടുക്കുക എന്നാണ് അർത്ഥം അല്ലെ. കൊടുക്കുക. മൈനസ് കണ്ടിട്ടുണ്ടെങ്കിലോ വാങ്ങുക എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ 2 ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? 2 ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഇലക്ട്രോണിനെ കൊടുക്കുക എന്ന് പറയുമ്പോ, 2 ഇലക്ട്രോണിനെ കൊടുക്കുക എന്ന് പറയുമ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നുണ്ടാവുക? യെസ്, ഡൊണേറ്റ് അല്ലെ. ഡൊണേറ്റ്. ഹൗ ഡസ് ഇറ്റ് ചേഞ്ച് ടു Fe2+? ഡൊണേറ്റ് 2 ഇലക്ട്രോൺസ് അല്ലെ. 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡൊണേറ്റ് ആണ് ചെയ്യുന്നത്. ക്യാൻ യു റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് Fe2+ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ Fe2+ന്റെ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ടാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ Feയും Feയും Fe2+ തമ്മിലുള്ള വ്യത്യാസം എന്താ? Fe എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോണും പോയിട്ടില്ല, ഒരു ഇലക്ട്രോണും വാങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ 26 തന്നെയാണ് അല്ലെ. 26 തന്നെയാണ് അറ്റോമിക് നമ്പർ. പക്ഷേ Fe2+ന്റെ കാര്യം വരുമ്പോഴോ 2 ഇലക്ട്രോണിനെ കൊടുക്കുകയാണെങ്കിൽ എന്താ? ഈ 26ൽ നിന്നും 2 ഇലക്ട്രോൺ പോകുമ്പോൾ ഇതെന്തായി മാറും? 24 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? 24 ആയിട്ട് മാറും. അപ്പൊ ഇനി അടുത്ത ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഇവിടെ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6 കുറച്ച് വൃത്തിയാക്കി എഴുതുമ്പോൾ 3d ഇങ്ങോട്ടേക്ക് വരും അല്ലെ. അപ്പൊ ഈ 2 ഇലക്ട്രോണിനെ എവിടെ നിന്നായിരിക്കും പോകുന്നുണ്ടാവുക? ദാ ഈ ഒരു നമ്മളുടെ S ഉണ്ടല്ലോ, ഈ S-ല് 4s എന്ന് പറഞ്ഞ ഈ ഒരു S-ൽ നിന്ന് എന്ത് പോവും? 2 ഇലക്ട്രോൺ പോവും. ഈ ഒരു S-ൽ നിന്ന് ആര് പോവും? 2 ഇലക്ട്രോണുകൾ പോവും. 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ഡൊണേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതിയാൽ മതി? ഇതാ നോക്കിക്കോ. 2 ഇലക്ട്രോൺ 4s-ൽ നിന്നും പോയി അല്ലെ. ഇത് നമ്മൾ വൃത്തിയിൽ എഴുതാണെങ്കിൽ നോക്കിക്കോ, വൃത്തിയിൽ എഴുതാണെങ്കിൽ ഈ ഒരു രീതിയിലായിട്ടാ നമുക്ക് കിട്ടുക അല്ലെ. ഈ ഒരു രീതിയിലായിട്ടാ കിട്ടുക. അപ്പൊ 2 ഇലക്ട്രോണ് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒരു എന്താണ്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് നമുക്ക് കിട്ടുക. 1s2, 2s2, 2p6, 3s2, 3p6, 3d6 എന്നുള്ളത് കിട്ടും. ഇനി ഹൗ ഡസ് Fe get +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ FeCl3? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാ അത് കിട്ടിയിട്ടുള്ളത്? അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? 3 ഇലക്ട്രോൺസിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. 3 ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവും. +2 ആണെങ്കിൽ അതെന്താ? 2 ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്ത്. 3 ആണെങ്കിലോ, +3 ആണെങ്കിൽ 3 ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. From which subshells are the electron lost? ഏത് സബ്ഷെല്ലിൽ നിന്നാ ഇലക്ട്രോൺ ലോസ് ആയിട്ടുള്ളത്? S എന്ന് പറയുന്ന സബ്ഷെല്ലിൽ അല്ലെ. 4s എന്ന് പറയുന്ന സബ്ഷെല്ലിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ഇലക്ട്രോൺസ് ലോസ് ആയിട്ടുള്ളത്. There is only a slight difference between
The energies of the outermost S subshell and the penultimate D subshell. Hence, from which subshell is the third electron lost along with the 2,4s electron? അതായത് നിങ്ങൾ ഇവിടെ നോക്ക്. യെസ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ Fe അല്ലെ, Fe2+ ഇവിടുന്ന് 2 ഇലക്ട്രോണുകളെ നഷ്ടമാവും അല്ലെ. ഇവിടുന്ന് 2 ഇലക്ട്രോണ് നഷ്ടമായിട്ട് Fe2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ട് കിട്ടും അല്ലെ. ഇനി Fe3+ ആണെങ്കിലോ, Fe3+ ആണെങ്കിൽ എന്താ ചെയ്യാ? ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ, പിന്നെന്താ, ഇവിടുന്ന് 1 ഇലക്ട്രോണും കൂടി പോവും. അങ്ങനെ ആവുമ്പോ ഇത് എന്താ വ്യത്യാസം വരാ? 1s2 2s2 2p6 3s2 3p എന്ത് വരും? ഒരു 3p6. ഇവിടെയോ 3d എന്ത് വരും? 6 എന്നുള്ളത് എന്താ? 1 ഇലക്ട്രോൺ പോവും. അപ്പൊ എന്ത് വരും? 3d 5 എന്നാവും അല്ലെ. 3d 5 എന്നാവും. കാരണം 2 ഇവിടെ നിന്നും 1 ഇവിടെ നിന്നും പോയാലാണ് Fe3+ ആവുക. കാരണം 3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, വിട്ടുകൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോഴാണ് ഇങ്ങനെ ആയിട്ട് വരിക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4s ഇലക്ട്രോണിന് ശേഷം വേറെ എവിടെ നിന്നും കൂടിയാ പോകുന്നത്? നമ്മളുടെ 3d എന്ന് പറയുന്ന ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നത് അല്ലെ. 4s കഴിഞ്ഞാൽ പിന്നെ 3d എന്ന് പറയുന്ന ഷെല്ലിൽ നിന്നാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്ക്, you can write the subshell electron configuration of Fe3+ on the basis of this. Can't you എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എഴുതിക്കൂടെ? Fe3+ അല്ലെ. Fe3+ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു Fe എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 26 ആണ്. അപ്പൊ Fe3+ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 3 ഇലക്ട്രോൺ പോയി എന്നാണ് അർത്ഥം. അപ്പൊ Feന്റെ എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു 3 ഇലക്ട്രോണിനെ ആദ്യം 4s ന്ന് 2 ഇലക്ട്രോണിനെ കുറക്കാം, പിന്നെ 3d ന്ന് 1 ഇലക്ട്രോണിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് Fe3+ന്റെ എഴുതാനായിട്ട് പറ്റും. ഞാൻ തൊട്ട് മുന്നേ കാണിച്ചു തന്നില്ലേ, അത് തന്നെ. ഓക്കെ, അടുത്തത് എന്താ? The atomic number of manganese Mn is 25. Different compounds of manganese are given in table 3.14. Determine the oxidation state of Mn manganese and complete the table. ഈ ഒരു ടേബിളിൽ മാംഗനീസിന്റെ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. MnCl2, MnO2, Mn2O3, Mn2O7 അല്ലെ. ഇത്രയും കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു +2 വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി എഴുതണം. അപ്പൊ ഇത് നമുക്ക് ടേബിളില് ഞാൻ ഒന്ന് ചെറുതാക്കുന്നുണ്ട്, ഇത് നമുക്ക് സൈഡിലേക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മാംഗനീസിന്റെ അല്ലെ, മാംഗനീസ് എത്രാമത്തതാ? മാംഗനീസ് 25ാമത്തതാ അല്ലെ. അറ്റോമിക് നമ്പർ 25 അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 25 എന്ന് അല്ലെ. 25 ഉള്ളതിന്റെ ഒന്ന് നമുക്ക് എഴുതി നോക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ വരും 1s2 2s2 2p6, പിന്നെ എന്ത് വരും? 3s2 3p6. നെക്സ്റ്റ് വൺ ഏതാണ്? 4s2 അല്ലെ. 4s2 വരും, 3d 5 വരും അല്ലെ. 3d 5 വരും. ഞാൻ കുറച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയെന്ന് മാത്രം കേട്ടോ. 4s2 ഫില്ലേറ്റ് ആണ്, ഞാൻ 3d എഴുതിയത്. പിന്നെയും മാറ്റി എഴുതണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയ. അപ്പൊ ഇതാണ് നമ്മളുടെ മാംഗനീസ് അല്ലെ. അപ്പൊ MnCl2ലാണ് ആദ്യം നമുക്ക് കാണേണ്ടത്. നോക്കിക്കോളെ, MnCl2ലാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഈ MnCl2 ആദ്യം കാണണമെങ്കിൽ ഈ Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയണം അല്ലെ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാ കാണുക? Mnന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അറിയാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തും? X എന്ന് എടുക്കും അല്ലെ. X പ്ലസ് ക്ലോറിൻ ഇവിടെ 2 ഉണ്ട് അല്ലെ. ഒരു ക്ലോറിൻ ആണെങ്കിൽ -1 ആണ്, 2 ക്ലോറിൻ ഉണ്ടെങ്കിൽ -2 വരും അല്ലെ. അപ്പൊ X + -2 = 0. അങ്ങനെയെങ്കിൽ X = എന്ത് കിട്ടി? 2. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ സ്റ്റേറ്റ് എത്രയാണ്? 2 ആണ്. എന്ത് 2? +2 അല്ലെ. X = അങ്ങോട്ട് വരുമ്പോ പ്ലസ് ആ വരിക. അപ്പൊ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ +2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നു. 2 ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും 2 ഇലക്ട്രോണിനെ കൊടുക്കുക? യെസ്, നോക്കിക്കോ, എന്താണ്? ഈ 2 ഇലക്ട്രോൺ അങ്ങ് പോകും അല്ലെ. ഈ ഒരു 2 ഇലക്ട്രോൺ അങ്ങ് പോകും. ഈ 2 ഇലക്ട്രോൺ പോകുമ്പോ അതിന്റെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d 5 ഇത്രയുമാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് എന്തിലുള്ളതാണ്? MnO2ലുള്ളതാണ്. അത് നമുക്ക് വേറെ കളർ എടുക്കാം അല്ലെ. അപ്പൊ MnO2, ഈ MnO2ലുള്ള മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാവോ? ഇല്ല. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ Mnന്റെ അറിഞ്ഞൂടാ. അപ്പൊ എന്ത് വരും? X പ്ലസ് അല്ലെ.
ഓക്സിജൻ രണ്ടാളുണ്ട്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? -2 ആണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ -2 ആണ് ഒരു ഓക്സിജന്റെ. അപ്പൊ 2 ഓക്സിജന്റെ ആണെങ്കിൽ എന്ത് വരും? -4 വരും അല്ലെ. ഒരു ഓക്സിജന്റെ -2, അപ്പൊ 2 ഓക്സിജന്റെ ആണെങ്കിൽ -4 അല്ലെ. അപ്പൊ x + -4 = 0. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്തായിരിക്കും? ഇവിടെ മൈനസ് ആണ് അല്ലെ, മൈനസ് അപ്പുറം പോകുമ്പോൾ എന്ത് വരും? +4 എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെയുള്ള മാംഗനീസിന്റെ എത്രയാണ്? 4 ആണ്, +4 ആണ്. +4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും എന്നാണ് അർത്ഥം. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അങ്ങനെയാണെങ്കിൽ സോറി, 4 ഇലക്ട്രോൺ അല്ലേ, മാറിപ്പോയടാ. ഇവിടെയുള്ള 2നെ ആലോചിച്ച് പറഞ്ഞതാ. 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ 2 ഇലക്ട്രോണിനെ ഇവിടെ നിന്നും വിട്ടുകൊടുക്കും, 2 ഇലക്ട്രോണിനെ ഇവിടെ നിന്നും വിട്ടുകൊടുക്കും അല്ലെ. 2 ഇലക്ട്രോണിനെ ഇവിടെ നിന്നും വിട്ടുകൊടുക്കും, 2 ഇലക്ട്രോണിനെ ഇവിടെ നിന്നും വിട്ടുകൊടുക്കും. അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാ? നമുക്ക് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 3d അല്ലെ. ഈ 3d 5 2 ഇലക്ട്രോണിനെ വേണം. അപ്പൊ 5 2 പോയാൽ ഇവിടെ എത്ര വരും? 3d 3 വരും അല്ലെ. പിന്നെ 4s2 പിന്നെ എഴുതണോ? വേണ്ട, ഈ രണ്ടെണ്ണത്തിനെ വിട്ടുകൊടുത്ത് അല്ലെ. അങ്ങനെയാണ് 2 + 2 4 ആയത്. അങ്ങനെ Mn2 നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഏതാ? അടുത്തതാണ് Mn2O3 ആണ്. എം മഞ്ഞ കാണുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ നമുക്ക് ബ്ലാക്ക് എടുക്കാം. ഓക്കെ, Mn2O3 ആണ്. Mn2O3 ആണ്. ഇതിന്റെ നമുക്കറിയാവോ? ഇല്ല, നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്ക്. വെറും ഞാൻ എക്സ് നിട്ടെന്ന് വിചാരിക്കുക. എക്സ് നിട്ടാ മതിയോ? പോരാ. ഇവിടെ 2 മാംഗനീസ്, ഒരു മാംഗനീസിനെയാണ് ഞാൻ എക്സ് എടുത്തത്. അപ്പൊ ഇവിടെ എത്ര? Mn2 ഉണ്ട്, 2 മാംഗനീസ് ഉണ്ട്. അപ്പൊ 2 മാംഗനീസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് 2 + 2 അല്ലെ, സോറി, x + x എത്രയാ? 2x ആണ് അല്ലെ. ഒരു മാംഗനീസ് x ആണ്, അങ്ങനെയാണ് അടുത്ത മാംഗനീസ് എത്രയാ? ഒരു x കൂടി കൂട്ടുക അല്ലെ. അപ്പൊ x + x 2x അല്ലെ. ഈ 2x പ്ലസ് എന്ത് വരും? ഓക്സിജൻ, 3 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ -2 ആണ്. അപ്പൊ 3 ഓക്സിജന്റെ 3 × -2 എത്രയാ? -6 = 0 എന്ന് വരും അല്ലെ. ഇനി ചെയ്തോളെ, നോക്കിക്കോളെ. ഇവിടെ എന്ത് വരും? 2x അല്ലെ. നേരത്തെ ഒക്കെ x = എന്ന് പറഞ്ഞങ്ങ് എഴുതിയാൽ മതി. ഇവിടെ എത്രയാ? 2x അല്ലെ. അപ്പൊ 2x = എത്രയാ? ഈ മൈനസ് അപ്പുറം പോകുമ്പോ 6 ആവും അല്ലെ. 2x = 6. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? 6/2 അല്ലെ. ഇവിടെ ഇൻറ്റു ആയിട്ടാണ് ഉള്ളത്, ഇൻറ്റു ആയിട്ടുള്ളത് ഇപ്പുറം പോകുമ്പോൾ ഡിവൈഡ് ആവും. 6/2 എത്രയാണ്? 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് 3? +3 ആണ് കിട്ടിയത്, -3 ഒന്നല്ല കിട്ടിയിട്ടുള്ളത്. അപ്പൊ +3 എന്തിനാ സൂചിപ്പിക്കുന്നത്? 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ 3 ഇലക്ട്രോൺ എവിടുന്നൊക്കെ ആയിരിക്കും പോവാ? 2 ഇലക്ട്രോൺ ഇവിടുന്നായി, പിന്നെ എന്താണ്? 1 ഇലക്ട്രോൺ ഇവിടുന്നും പോകും അല്ലെ. 1 ഇലക്ട്രോൺ ഇവിടുന്നും പോകും. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? നോക്കിയോ. യെസ്, 1s2 2s2 2p6 3s2 3p6 3d 5 എന്നുള്ളിടത്ത് നിന്ന് 1 ഇലക്ട്രോൺ പോയി. അപ്പൊ എന്ത് വരും? 3d 4 വരും. പിന്നെയും 4s2 എഴുതണോ? വേണ്ട, 4s2 ഓൾറെഡി പോയതാണ് അല്ലെ. അപ്പൊ 4s2 2 പോയി, ഈ 3d 5 ഒരാൾ പോയി അല്ലെ. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 3d 4 എന്ന് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അടുത്തത് ഏതാണ്? Mn2O7. അതിനെ ഞാൻ എവിടെ എഴുതാം? ഈ ഒരു വേറെ സൈഡിൽ എഴുതാം. ഇവിടെ എഴുതുന്നുണ്ട് Mn2O7. ഇതിൽ Mn ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണം അല്ലെ. എത്രയാ? ഇവിടെ 2 Mn ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2x അല്ലെ, 2x പ്ലസ് എത്രയാ? 7 ഓക്സിജൻ ഉണ്ട് അല്ലെ. ഒരു ഓക്സിജന്റെ -2. അപ്പൊ 7 ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്താ? 7 × -2. 7 × -2 എത്രയാ? -14 = 0 അല്ലെ, =0. അപ്പൊ എന്ത് വരും? 2x = 14. അപ്പൊ x എന്തായിരിക്കും? 14/2. 14/2 എത്രയാ? 7. 14/2 എത്രയാ? 7. അങ്ങനെയാണെങ്കിൽ എന്ത് 7 കിട്ടിയിട്ടുള്ളത്? +7 കിട്ടിയിട്ടുള്ളത്. കാരണം മൈനസ് ഉള്ളത് അപ്പുറം പോകുമ്പോ പ്ലസ് ആവില്ല. അപ്പൊ +7 കിട്ടിയിട്ടുള്ളത്. +7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഇലക്ട്രോണുകൾ പോകണം എന്നാണ് അർത്ഥം. 7 ഇലക്ട്രോണുകൾ പോകണം. 7 ഇലക്ട്രോണുകൾ പോകണമെങ്കിൽ ഇവിടുന്ന് 2 ഇലക്ട്രോൺ. ഓക്കെ, പിന്നെയോ ഇവിടുന്ന് 5 ഇലക്ട്രോൺ. അപ്പൊ എന്തായി? 5 + 2 7. അപ്പൊ 3d 5 വരൂല, 4s2 വരൂല. ഇതില്ലാണ്ട് ഏത് മാത്രമായിരിക്കും നമുക്ക് ഇവിടെ കിട്ടാതെ? 1s2 2s2 2p6 3s2 3p6. ഇത്രയാണ് ആരെ വരിക? നമ്മളുടെ Mn2O7ലുള്ള മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ
ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ വേറെ എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് ചെയ്ത് പരിശീലിക്കുക കേട്ടോ, ട്രൈ ചെയ്യുക. Now it is clear that D block elements show വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഡി ബ്ലോക്ക് എലമെന്റ് അല്ലെ, ഡി ബ്ലോക്കിൽ ആദ്യം നമ്മൾ ആരെ കണ്ട്, നമ്മളുടെ അയേണിനെ കണ്ട് അല്ലെ. അയേണിന് FeCl2 ആണെങ്കിൽ, FeCl2 ആണെങ്കിൽ +2 ആണ്, FeCl3 ആണെങ്കിൽ +3 ആണ്. എന്തിന്റെ? Feന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനിയിപ്പോ മാംഗനീസിൽ വരികയാണെങ്കിൽ മാംഗനീസിന് +2 ഉണ്ട്, +3 ഉണ്ട്, പിന്നെ +4 ഉണ്ട്, +7 ഉണ്ട്. അങ്ങനെ അങ്ങനെ പല പല വേരിയബിൾ ആയിട്ടുള്ള പല പല ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും ആർക്കുണ്ട്? നമ്മളുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിനുണ്ട്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് അറിയപ്പെടുന്നത് എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്, അല്ലെങ്കിൽ എന്താണ് അത്? ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇൻ ട്രാൻസിഷൻ എലമെന്റ് there is only a slight energy difference between the outermost S subshell and the penultimate D subshell. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ട്രാൻസിഷൻ എലമെന്റ് ആയിട്ടുള്ള ഡി ബ്ലോക്കിൽ നമുക്കറിയാം എസ് ഉണ്ട്, ഡി ഉണ്ട് അല്ലെ. നമുക്ക് 4s അല്ലെ, 4s പിന്നെ ആരാ 3d എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. അപ്പൊ ഈ എസും ഡിയും തമ്മിൽ എനർജി വ്യത്യാസമുണ്ട്, പക്ഷെ വലിയൊരു ഡിഫറൻസ് ഇല്ല, വലിയൊരു ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആസ് എ റിസൾട്ട് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ, നല്ല സാഹചര്യമൊക്കെ ഒത്തുവരുമ്പോൾ ഇലക്ട്രോൺസ് ഫ്രം ദ ഡി സബ്ഷെൽ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ നല്ല സാഹചര്യമൊക്കെ ഒത്തു കിട്ടുമ്പോൾ എന്താണ്, ഈ എസ് എന്നാണ് അല്ലെ, 4s2 അല്ലെ, ഈ എസ് എന്നാണ് ആദ്യം ഇലക്ട്രോൺ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിന്റെ ഇപ്പറാണ് നമ്മളുടെ 3d ഉള്ളത് അല്ലെ. അപ്പൊ നമ്മള് ചില സാഹചര്യം, നല്ലൊരു സാഹചര്യമൊക്കെ ഒത്തു വരുമ്പോൾ ഈ എസ് എന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാ പോവാ? ഈ ഡി എന്നാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എസും ഡിയും കെമിക്കൽ റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഇത് നമ്മളുടെ ട്രാൻസിഷൻ എലമെന്റ് വേരിയബിൾ, വേറെ വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം. ഇപ്പൊ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ് എന്ന് ചോദിച്ചില്ലേ ഇവിടെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതിന്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിൽ തന്നെ ഉള്ളതാണ് കളേർഡ് കോമ്പൗണ്ട്സ്. എമംഗ് ദി കോമ്പൗണ്ട്സ് ഇൻ യുവർ സയൻസ് ലാബ് ഐഡന്റിഫൈ ദ കളേർഡ് വൺസ് ആൻഡ് ലിസ്റ്റ് ദം. ആറിൻ ദേ ജനറലി കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്? അപ്പൊ കളേർഡ് കോമ്പൗണ്ട്, ട്രാൻസിഷൻ എലമെന്റ് എന്തായിരിക്കും? കളേർഡ് കോമ്പൗണ്ടുകളായിരിക്കും. അപ്പൊ സയൻസ് ലാബിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കുറെ കളറുള്ള കോമ്പൗണ്ട്സ് കാണാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റിന്റെ കളറാണ് ബ്ലൂ. എന്താണ്? ബ്ലൂ ആണ്. അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കളറാണ് ഡാർക്ക് വയലറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പെർപ്പിൾ ആണ് എന്ന് പറയാം, അടുത്തതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ കളർ ഏകദേശം ഒരു ഓറഞ്ച് റെഡ് പോലത്തെ ഒരു കളർ ആയിരിക്കും പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ. അപ്പൊ സയൻസ് ലാബിൽ പോയി കഴിഞ്ഞാൽ അല്ലെ, നീല കളർ ഉള്ളതും ഓറഞ്ച് റെഡ് കളർ ഉള്ളതും പർപ്പിൾ കളറുള്ള ഒക്കെ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ എന്താ? നമ്മളുടെ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ടുള്ള ഡി ബ്ലോക്ക് എലമെന്റ്സ് ചേർന്നിട്ടുള്ള കോമ്പൗണ്ട്സുകളാണ്. ദി പ്രസൻസ് ഓഫ് അയേൺസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ് copper, cobalt, or the ions which contain transition element MnO4 minus Cr2O7 2 എന്താ പറഞ്ഞാന്ന് വെച്ചാല്, ഇവിടെ നമുക്ക് CuSO4.5H2 എന്ന് കാണാം അല്ലെ. ഇതിൽ ആരുണ്ട്? നമ്മളുടെ കോപ്പർ അല്ലെ. കോപ്പർ ആരാ? ഒരു ട്രാൻസിഷൻ എലമെന്റ്, ഡി ബ്ലോക്കിലുള്ള ഒരാളാണ്. പിന്നെ ഇവിടെ KMnO4 Mn ഉണ്ട്. Mn ആരാ? നമ്മളുടെ ട്രാൻസിഷൻ എലമെന്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ Cr2O7 ഇയാൾ ആരാ? ക്രോമിയം അല്ലെ. ക്രോമിയം ആരാ? നമ്മളുടെ ട്രാൻസിഷൻ എലമെന്റ്. അപ്പൊ ഇവരുടെ ഒക്കെ പ്രസൻസ് കാരണം ഈ കോമ്പൗണ്ട്സിനൊക്കെ എന്തുണ്ട്? കളേഴ്സ് ഉണ്ട്. ഈ കോമ്പൗണ്ട്സിനൊക്കെ കളേഴ്സ് ഉണ്ട്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ ജനറലി കളേർഡ് കോമ്പൗണ്ട്സ് എന്ന് പറയാം. പക്ഷെ അതിലൊരു എക്സെപ്ഷണൽ കേസ് ആണ് ആര്? നമ്മളുടെ സിങ്ക്. 30 അറ്റോമിക് നമ്പർ ഉള്ള സിങ്ക് എന്താണ്? കളർലെസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ട്രാൻസിഷൻ എലമെന്റിൽ കളർലെസ് ആയിട്ടുള്ള ആരാണ് ചോദിക്കും. ആരാണത്? നമ്മളുടെ സിങ്ക് ആണ്. ആര്? സിങ്ക്. ദി കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ജനറലി കളേർഡ്. പൊതുവേ ട്രാൻസിഷൻ എലമെന്റ് കളേർഡ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ സിങ്ക് മാത്രം എന്താണ്? കളർലെസ് ആണ്.
record the characteristics of d block elements in your science diary. സയൻസ് ഡയറിയിൽ d block elementsന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ട്രാൻസിഷൻ ഞാൻ ജസ്റ്റ് പോയിന്റ് മാത്രമാണ് പറയുന്നത്. പോയിന്റ് നിങ്ങൾ വലുതാക്കി എഴുതിക്കോളാം അല്ലെ. ട്രാൻസിഷൻ എലമെന്റ് ഏത് ഗ്രൂപ്പ് മുതൽ ഏത് ഗ്രൂപ്പ് വരിക? തേർഡ് ഗ്രൂപ്പ് മുതൽ അല്ലെ. തേർഡ് ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റിനെ കാണാം. പിന്നെ ആരാണ് ഇവരൊക്കെ അല്ലെ? ദേ ആർ കളേർഡ് കോമ്പൗണ്ട്സ്. ദേ ആർ colored compounds except ആര്? colored compounds except ആരൊഴികെ? zinc ഒഴികെ ബാക്കിയെല്ലാം colored ആണ്. പിന്നെ എന്താ? യെസ്, നമ്മളുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ട്രാൻസിഷൻ എലമെന്റ് അല്ലെ. അപ്പൊ ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്. പിന്നെ അടുത്തത് എന്താണ്? യെസ്, ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെ. ദേ ഷോ variable oxidation state. അപ്പൊ തേർഡ് ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കാണാൻ. കളേർഡ് കോമ്പൗണ്ട്സ് ആണ്, സിങ്ക് ഒഴികെ കളേർഡ് ആണ്. ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്, ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെയും ഉണ്ട് എന്താണ്? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലാണ് എന്നൊക്കെ എഴുതാം കേട്ടോ. അടുത്ത ലാസ്റ്റ് ടോപ്പിക് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. Where are the F block elements located in the periodic table? എവിടെയായിരുന്നു F block elementsനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? പീരിയോഡിക് ടേബിൾ കാണിച്ചു തരണോ? യെസ്, പീരിയോഡിക് ടേബിൾ ഒന്ന് കാണിച്ചു തരാം. അത് വെച്ചിട്ട് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇതാണ് നമ്മളുടെ എസ്, ഇതേതാ ഡി, ഇതേതാ പി അല്ലെ. ഏറ്റവും ബോട്ടം പൊസിഷനിൽ അല്ലെ, പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും ബോട്ടം പൊസിഷനിലാണ് രണ്ട് റോകളായിട്ട് അല്ലെ. ഇത് ഒന്നാമത്തെ റോ, ഇത് രണ്ടാമത്തെ റോ, രണ്ട് റോകളിലായിട്ടാണ് എഫ് ബ്ലോക്കിനെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഇവർ ഏത് പീരീഡിലാന്ന് വിചാരിക്കും അല്ലെ. ഇത് 6ാമത്തെ പീരീഡും ഇത് 7ാമത്തെ പീരീഡും. എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം വേണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡി ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ ഡി ബ്ലോക്കിന്റെ അടിയിലായിട്ട്, ഈ ഡി ബ്ലോക്ക് നമ്മൾ 3D ആയിട്ട് നമ്മൾ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡി ബ്ലോക്കിന്റെ ഒരു അടിയിലായിട്ട് 6ാമത്തെയോ 7ാമത്തെയോ പീരീഡ് വരുന്ന രീതിയിലാണ് ഇവരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, എഫ് ബ്ലോക്കിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ട്രാൻസിഷൻ എലമെന്റ് എന്നല്ലേ വിളിക്കുന്നത്, ട്രാൻസിഷൻ എലമെന്റ്. അപ്പൊ അതിന്റെ ട്രാൻസിഷൻ എലമെന്റിലെ ഉള്ളിൽ ഇന്നിലേക്ക് എന്നുള്ള രീതിയിൽ എഫ് ബ്ലോക്ക് എലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. എന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. അപ്പൊ എഫ് ബ്ലോക്ക് എവിടെയുള്ളത്? ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ ആണ്. 6ാമത്തെയും 7ാമത്തെയും പീരീഡിലായിട്ടാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കാണുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ഓൾസോ നോൺ ആസ് എന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. In which subshell does the filling up of electron take place in them? ഏതാ? എഫ് ബ്ലോക്ക് ആണെങ്കിൽ ഏത് ബ്ലോക്കിലായിരിക്കും? എഫ് തന്നെ ആയിരിക്കും. In these elements, filling up of electron takes place in the anti-penultimate shell. They are known as inner transition element. നമ്മൾ ഡി ബ്ലോക്ക് പഠിച്ചപ്പോൾ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളുടെ ആദ്യം 4s നിറച്ചിട്ടാണ് നമ്മൾ 3D നിറക്കുക അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾ എഫ് ബ്ലോക്കിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോ നമ്മൾ എഫ് ബ്ലോക്കിലുള്ള ഒരു എലമെന്റ് ആരാന്ന് വെച്ചാൽ പി ആർ അല്ലെ. നമുക്ക് പി ആർ ആരാ? എത്രാമത്തേനു? 59ാമത്തെ അല്ലെ. 59 അറ്റോമിക് നമ്പർ അല്ലെ. പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രസിഡിയോമിയം അല്ലെ. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഞാൻ ആരാണ് എന്നുള്ള. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് വെയിറ്റ്. ഇതിങ്ങെത്തണം, അതാണ് നമ്മളെ പ്രശ്നം. അല്ലെങ്കിൽ ടേബിള് നമ്മൾ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അല്ലെ. ഇതാ ഈ സിഇ ഉണ്ട്, പി ആർ ഉണ്ട്, എൻ ഡി ഉണ്ട്, പി എം ഉണ്ട്, അങ്ങനെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ സീൻ എടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നമ്മൾ കോപ്പറും ക്രോമിയവും പഠിച്ചില്ലേ, അതേപോലത്തെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അതുകൊണ്ട് അത് എടുത്ത് പറയുന്നില്ല. നമുക്ക് പി ആർ വെച്ചിട്ട്, പി ആറിന്റെ അറ്റോമിക് നമ്പർ 59 ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാൽ കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. അപ്പൊ 59 എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ബുദ്ധിമുട്ട് നമുക്ക് ആകെ കുറച്ച് ആൾക്കാരെ ഫില്ല് ചെയ്യുന്ന അറിഞ്ഞോളൂ അല്ലെ. അതിന് നമ്മൾ ഇത് ഒന്ന് എഴുതി വെക്കുന്ന നല്ലതായിരിക്കും. 1s 2s 2p അല്ലെ. പിന്നെ ആരാ? 3s 3p 3d. പിന്നെ ആരാ? 4s 4p 4d
അവിടെ അങ്ങ് എത്തൂല. ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് മാറ്റി ചെയ്താ കേട്ടോ. 1s 2s 2p 3s 3p 3d. ഇനി ഞാൻ ചോദിക്കട്ടെ, എത്ര വരെ ഞാൻ ഇത് എഴുതേണ്ടി വരും? യെസ്, ആറാമത്തെ അല്ലെ 6s എന്ന് വരുന്ന വരെ ഞാൻ എഴുതേണ്ടി വരും. കാരണം എന്താണ്, നമ്മളുടെ സിഇ PR എന്നൊക്കെ പറയുന്നത് ആറാമത്തെ പീരീഡിലാണുള്ളത് അല്ലെ. അപ്പൊ 3s 3p 3d. അടുത്ത എന്ത് വരും? 4s 4p 4d 4f അല്ലെ. 5s 5p 5d 5f 6s 6p 6d 6f അല്ലെ. അപ്പൊ ഇത്രയും എഴുതി. അപ്പൊ ആദ്യം നോക്കിക്കോളെ, ഓർഡർ നോക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആദ്യം 1s അല്ലെ, പിന്നെ ആരാണ് 2s അല്ലെ. ആദ്യം 1s പിന്നെ 2s, പിന്നെ ഇതാ ഇങ്ങനെ ചുറ്റി വന്ന് 2p 3s 3p 4s 3d 4p 5s പിന്നെ 4d 5p 6s. കണ്ട 4f 3d 6p. കണ്ട ഓർഡർ പോകുന്ന കണ്ടോ? നമ്മള് ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ നമ്മള് 4s നിറച്ചിട്ടാണ് 3dയിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ എഫ് ബ്ലോക്കിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാ കടക്കുന്നത്? 6s കഴിഞ്ഞിട്ട് അല്ലെ, 6s കഴിഞ്ഞിട്ടാണ് 4fലേക്ക് വരുന്നത്. 6s കഴിഞ്ഞിട്ടാണ് 4fലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇതെന്ത് പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറയാൻ കാരണം. ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇതൊന്ന് എന്താ നമ്മളുടെ പേപ്പറിൽ അങ്ങനെ എഴുതിയിട്ട് നിങ്ങളൊന്ന് എനർജീന്റെ ഓർഡർ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏതൊക്കെ കഴിഞ്ഞിട്ടാണ് ഷെല്ല് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ 59 വരെയുള്ള ഒന്നും എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നിങ്ങൾക്ക് ചോദിക്കൊന്നുമില്ല. ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ആന്റി പെനൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഹൗ ആർ ദ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഓഫ് ദ 6th പീരീഡ് നോൺ അല്ലെ. ആറാമത്തെ 2 റോകളായിട്ട്, ഇത് ആറാമത്തെ പീരീഡ്, ഇത് 7ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞ 2 റോകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആറാമത്തെ പീരീഡിലുള്ള എഫ് ബ്ലോക്ക് എലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻതനൈഡ്. മറക്കരുത്, എന്താണ് ലാൻതനൈഡ് സീരീസ്. ലാൻതനൈഡ് സീരീസ് എന്നാണ് ആറാമത്തെ പീരീഡിനെ വിളിക്കുക. 7ാമത്തെ പീരീഡിനെ വിളിക്കുന്ന പേരാണ് ആക്ടിനൈഡ്സ്. എന്താണ്? ആക്ടിനൈഡ്സ്. ആറാമത്തെ പീരീഡിനെ വിളിക്കുന്ന പേരാണ് ലാൻതനൈഡ് സീരീസ് എന്നും 7ാമത്തെ പീരീഡിനെ വിളിക്കുന്ന പേരാണ് ആക്ടിനൈഡ് സീരീസ് എന്നും പറയും. എഫ് ബ്ലോക്കിൽ കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ല് എന്നുള്ള ഒരു വാക്കും 6ാമത്തെ പീരീഡ് ലാൻതനൈഡും 7ാമത്തെ പീരീഡ് ആക്ടിനൈഡ്സും ആണെന്ന് മനസ്സിലാക്കാം. ലെറ്റ് us have a look at the characteristics and uses of F block element. F block elementന്റെ കുറച്ച് യൂസസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. They show variable oxidation state. നമ്മളുടെ ഡി ബ്ലോക്കിനെ പോലെ തന്നെ എന്താണ്, അവരും പല പല ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. Actinoids are radioactive element. This include man-made elements as well. Actinoids എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ പീരീഡേനും? 7ാമത്തെ പീരീഡ്. 7ാമത്തെ പീരീഡിലെ എലമെന്റ്സ് ഒക്കെ എന്താ? റേഡിയോ ആക്റ്റീവ് എലമെന്റുകളാണ്. ചിലതൊക്കെ എന്താ? മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതവുമായിട്ടുള്ളതുമുണ്ട്. Certain isotopes of elements like uranium, thorium and plutonium are used as fuel in nuclear reactors. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ നമ്മൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് യൂസ് ചെയ്യും. ആ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിന്റെ ചില ഐസോടോപ്പുകൾ ഉണ്ടാവും. ഐസോടോപ്പ് യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലത്തെ ഐസോടോപ്പുകളൊക്കെ എന്താ ഫ്യൂയലുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ. നിയോഡിമിയം ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്ട്രോങ് മാഗ്നറ്റ്. നല്ല ശക്തിയേറിയ മാഗ്നറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടി ആരെ യൂസ് ചെയ്യുന്നുണ്ട്? നിയോഡിമിയത്തിനെ യൂസ് ചെയ്യുന്നുണ്ട്. Some elements are used as catalyst in the petroleum industry. For example, cerium, lanthanum. Cerium lanthanum ചില പെട്രോളിയം ഇൻഡസ്ട്രിയിലെ കാറ്റലിസ്റ്റ് ആയിട്ട് റിയാക്ഷൻസ് ഫാസ്റ്റ് ആക്കാനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ സീറിയത്തിനെയും ലാന്തനത്തിനെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പിന്നെ റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. റെയർ എർത്ത് എലമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് 17 എലമെന്റ്സ് ഇൻക്ലൂഡിംഗ് 15 എലമെന്റ്സ് ഓഫ് ലാന്തനോയിഡ്. റെയർ എർത്ത് എലമെന്റ്സിൽ 17 എലമെന്റ്സ് ഉണ്ട്. അതിലെന്താ? ലാന്തനോയിഡ്സ് എന്നുള്ള 15 എലമെന്റും ഉണ്ട്. അലോങ് വിത്ത് സ്കാൻഡിയം ആൻഡ് ഈട്രിയം. സ്കാൻഡിയത്തിന്റെയും ഈട്രിയവും ഉണ്ട്. പിന്നെ 15 ലാന്തനോയിഡ്സും ഉണ്ട്. In reality, they are not so rare in nature as the name indicate. അപ്പൊ റെയർ എർത്ത് എലമെന്റ്സ്, അപ്പൊ റെയർ ആയിട്ട് കാണുന്നതെന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെങ്കിൽ എന്താണ് റിയാലിറ്റിയിൽ എന്താണ് അങ്ങനെ
വിരളമായി കാണുന്നു നല്ല അർത്ഥം. സിൻസ് ദേ ലൈ സ്കാറ്റേർഡ് ഓൺ ദ എർത്ത് സർഫസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദം ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ. ഇവരെങ്ങനെയാണ് ഈ റെയർ എർത്ത് എലമെന്റ്സ് ആയിട്ടുള്ള ഈ ഒരു ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ഇങ്ങനെ എർത്തിന്റെ സർഫസിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞല്ല, ഇങ്ങനെ വിതറിയ പോലെയാണ് ഉണ്ടാവുക. ഒരു കുറെ ക്വാണ്ടിറ്റി ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇവരെ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഹെൻസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് ദ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ ഇസ് ഓഫൺ എ ചാലഞ്ചിങ് ടാസ്ക്. അല്ലെ, അതിന്റെ നമുക്കറിയാം അല്ലെ, മെറ്റലുകൾ അതിന്റെ ഓറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത്, ഓറിൽ നിന്ന് ഈ ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. റെയർ എർത്ത് എലമെന്റ്സ് ഹാവ് ഡൈവേഴ്സ് അപ്ലിക്കേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്നോളജി. ടെക്നോളജീന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ നല്ല എന്താണ് അപ്ലിക്കേഷൻ ഉണ്ട്. ദേ ആർ യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്, LCD സ്ക്രീൻസ്, മൊബൈൽ ഫോൺ, റിന്യൂവബിൾ എനർജി സോഴ്സസ്, ബാറ്ററീസ് എക്സെട്ര. അപ്പൊ ഈ പറഞ്ഞിടത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ റെയർ എർത്ത് മെറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്. Monazite, one of the main ores of rare earth metal, is commonly found in the coastal region of southern Kerala. നമ്മളുടെ southern Kerala കോസ്റ്റൽ കടലൊക്കെ ഉള്ള ആ ഒരു റീജിയനിൽ എന്താണ് മോണസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു റെയർ എർത്ത് എലമെന്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.